കേന്ദ്ര സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നടത്തുന്ന കലാസാംസ്കാരിക പരിപാടികളിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ഇനി സീതു ശാന്തകുമാറും ഉണ്ടാകും. 6 വയസ്സ് മുതൽ മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ അഭ്യസിച്ചിരുന്ന സീതു സ്കൂൾ, കോളേജ് കലോത്സവങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു. ചിത്രരത്ന വിചിത്രാംഗം ചിത്രമാല വിഭൂഷിതം. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം 3 വർഷത്തേക്കാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ സീതു ശാന്തകുമാറിനെ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ എംപാനൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സിൽ സീതു മോഹിനിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുഗോപി കലാനടന കേന്ദ്രം എന്നീ വേദികളിലും മോഹിനിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടത്തിൽ തിളങ്ങുമ്പോഴും തിരുവാതിരക്കളിയിൽ PhD നേടാനുള്ള ശ്രമത്തിലാണ് സീതു. നൃത്തപഠനം പുതുതലമുറകൾക്ക് പകർന്നു നൽകാനായി ഓൺലൈൻ, ഓഫ്ലൈൻ ക്ലാസുകളും നൽകുന്നുണ്ട്. വിദേശ വിദ്യാർത്ഥികളും ഇതിൽ പങ്കാളിയാണ്. ഞാൻ താളത്തിൽ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് അപേക്ഷ കയ്യിൽ വരുന്നത്. അങ്ങനെ അപേക്ഷ പൂരിപ്പിക്കുകയും നേരെ സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുൻപിൽ നൃത്തം അവതരിപ്പിക്കുകയും പിന്നെ ജഡ്ജിങ് പാനൽ അതിന് വിധി എഴുതുകയും നേരെ ഡൽഹിയിലേക്ക് എൻ്റെ ആപ്ലിക്കേഷനുകളും മാർക്ക് ലിസ്റ്റുകളും പോവുകയും പിന്നെ അവിടുന്ന് അപ്രൂവൽ ലഭിക്കുകയാണ് ചെയ്തത്. ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരത്തിന്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നാണ് ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടിയത്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കലാമണ്ഡലം, ധനുഷ സാന്ത്യാൽ, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ കീഴിലായിരുന്നു സീതു ശാന്തകുമാറിന്റെ പരിശീലനം. 3 വിഷയങ്ങളിൽ ഡിപ്ലോമയും എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്ന് BA ഭരതനാട്യവും കരസ്ഥമാക്കിയിട്ടുണ്ട്. രാജീവ് മേനോൻ ചെയർമാനായ താളത്തിലും സീതു സജീവമാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.